തൃശ്ശൂർ വൻ മത്സരത്തിന് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം 3 സ്ഥാനാർത്ഥികളാണ് ഇന്ന് മത്സരത്തിന് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. ഒന്ന് തൃശ്ശൂരിൻ്റെ തന്നെ സ്വന്തം രാജൻ പല്ലൻ, തൃശ്ശൂരിൻ്റെ മുഖച്ഛായ മാറ്റിയെന്ന് അവകാശപ്പെടുന്ന രാജൻ പല്ലൻ കൗൺസിലർ എന്ന രീതിയിൽ ഏറ്റവും നല്ല പ്രകടനം കാഴ്ചവെച്ച ഒരാളാണ്. അതുപോലെ തന്നെയാണ് ആലങ്കോട് ലീലാകൃഷ്ണൻ. ആലങ്കോട് ലീലാകൃഷ്ണനെ പറ്റി സാംസ്കാരിക കേരളത്തിന് അറിയപ്പെടാതെ പോവാൻ പറ്റില്ല. കാരണം സാംസ്കാരിക ചരിത്രത്തിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരാളാണ് ആലങ്കോട് ലീലാകൃഷ്ണൻ. അതുപോലെ മറ്റൊരു വ്യക്തിത്വമാണ് ഒരേ ഒരു ലീഡറെന്ന് അവകാശപ്പെടുന്ന കെ കരുണാകരൻ്റെ സ്വന്തം പുത്രി പത്മജ. ഒരുപക്ഷെ രാഷ്ട്രീയ നാടകങ്ങൾ ഒരുപാട് കഴിഞ്ഞതിന് ശേഷം BJPയിലേക്ക് ചേക്കേറിയ പത്മജയ്ക്ക് ഇതൊരു സുവർണ അവസരമാണ്. പ്രത്യേകിച്ചും BJPയുടെ MP ആയി മത്സരിച്ച് ജയിച്ച സുരേഷ് ഗോപി ഉള്ള ഈ തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്ന് തൃശ്ശൂർക്കാർക്ക് ഇവരെല്ലാം പരിചിതരാണ്. നമുക്ക് ഓരോ വ്യക്തികളെ അടുത്ത് പോയി എന്താണ് ഈ മത്സരത്തിൽ ആര് ജയിക്കും, അല്ലെങ്കിൽ തൃശ്ശൂർ ആരാണ് കൊണ്ടുപോവുക, തൃശ്ശൂർ ആരെടുക്കുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം, അല്ലെങ്കിൽ കേട്ടറിയാം. എൻ്റെ അഭിപ്രായത്തിൽ കോർപ്പറേഷൻ കോൺഗ്രസ് ആണല്ലോ ഭരിക്കുന്നത്, UDF. അപ്പോൾ UDFനാണ് കൂടുതൽ സാധ്യത. പിന്നെ കുറേ കാലമായിട്ട് കൗൺസിലർ, ചെയർമാൻ, പിന്നെ മേയർ, പ്രതിപക്ഷ നേതാവ്, അങ്ങനെ ബഹുമുഖ കടന്നു വന്നിട്ടുള്ള ആളാണ്. എല്ലാ കാര്യങ്ങളും തൃശ്ശൂർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. സാധ്യത കൂടുതൽ രാജൻ പല്ലനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് കോൺഗ്രസ്സുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് എപ്പോഴും നല്ലൊരു വ്യക്തിനെ മുന്നിലേക്ക് കൊണ്ടുവരില്ല ഇവർ. അപ്പോൾ കാലുവാരിൽ തന്നെയാണ് ഇവർ ചെയ്യുക. ഈ പ്രാവശ്യം BJP വോട്ട് കൂടുതൽ പിടിക്കാനാണ് സാധ്യത ഉണ്ടാവുക, അല്ലാതെ വേറൊന്നും സംഭവിക്കില്ല. ഇവിടെ ഒരു പക്ഷേ ആലങ്കോട് ലീലാകൃഷ്ണൻ ജയിക്കാനാണ് സാധ്യത. തുടർഭരണം 100% തുടർഭരണം വരാൻ സാധ്യത കുറവാണല്ല, വരില്ല. കാരണം ജനങ്ങൾ അത്രയും പൊറുതിമുട്ടിയില്ല. ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയും ചോട് പിടിച്ചിട്ട് പറയില്ല. നമുക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് പ്രത്യേകിച്ച് മമതയൊന്നുമില്ല. പക്ഷെ പൊതുവെയുള്ള ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ അതറിയാൻ പറ്റും. ആ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. നമ്മുടെ അഭിപ്രായത്തിൽ ഇപ്പോൾ BJP ആയിരുന്നാണ് എൻ്റെ അഭിപ്രായം. BJPനാണ് എൻ്റെ നിഗമനം, അങ്ങനെയാണ്. എല്ലാവർക്കും TGS മീഡിയ ന്യൂസിൻ്റെ ഈ യാത്രയിലേക്ക് സ്വാഗതം.